ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ, അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആണ്. ഇതുവരെ അത് ട്രൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത് കാരണം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയുന്നുണ്ട്. ഈ അലർജിക്ക് ബേസിക് ആയിട്ട് ഉണ്ടാവുന്നതും ഈ ഇൻഫ്ലമേഷൻ തന്നെയാണ്. അപ്പൊ അത് നല്ല രീതിയിൽ കുറവ് വരികയും നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചു പോകാനും ഇത് കാരണമാകുന്നു. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യേണ്ടതാണ്. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെക്കുക. ഒരു എക്സസൈസിനെ കുറിച്ച് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള എക്സസൈസ് ഒക്കെ ഡെയിലി നിങ്ങൾ ശീലമാക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ കഴിയുന്നതും അത് കുറയ്ക്കേണ്ടതാണ്. ഗ്രീൻ ടീ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, അത് ശീലമാക്കിക്കോളൂ. അടുത്തതായിട്ട് മഞ്ഞൾ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിന് കാരണം അതിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. അലർജി കുറയ്ക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന മഞ്ഞൾ തന്നെയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വിറ്റാമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന്റെ സപ്ലിമെന്റ്സ് നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടതാണ്. ചില ആളുകൾക്ക് അയൺ ഒക്കെ കുറഞ്ഞു കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ അവർ അയൺ സപ്ലിമെന്റ്സ് എടുക്കേണ്ടതാണ്. എന്താണോ നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻസി ഉള്ളത് അതും കൂടി കറക്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടുകയും അതുവഴി തന്നെ നമുക്ക് അലർജി നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ, നിങ്ങൾ അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും.